NCERT ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കൺസെപ്റ്റ്സും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം, അത് സോൾവ്ഡ് എക്സാമ്പിൾസ് ആയിക്കോട്ടെ, ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുപോലും വിടാതെ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിന്റെ പേരാണ് നിഞ്ച CBSE. ക്ലാസ് 9 CBSEയിൽ പഠിക്കുന്ന മക്കൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു ബാച്ചിന് ഒട്ടനവധി സവിശേഷതകളാണുള്ളത്. ഈ ഒരു സിനാരിയോയിൽ പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് റിലീസായിട്ടുള്ള ഈ ഒരു സിനാരിയോയിൽ തന്നെയാണ് CBSE ബോർഡ് ഈ തവണ മാത്സ് അഡ്വാൻസ്ഡും സയൻസ് അഡ്വാൻസ്ഡും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഈ അഡ്വാൻസ്ഡ് ലെവൽ ചാപ്റ്റേഴ്സും കൂടെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നിഞ്ച ബാച്ചിൽ ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. നോർമൽ സബ്ജക്ട്സിന്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് നിഞ്ച ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഡെയിലി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ 8:30 വരെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു 1.5 hour ടൈം പീരീഡിൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. ആകെ ലീവ് ഉണ്ടാവുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് വിശേഷ ദിവസങ്ങളായിട്ടുള്ള ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് ലീവുകൾ ഉണ്ടാവുക. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി വൺസ് ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മിസ്സായി പോയി എന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. മിസ്സാക്കാൻ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഒരു സുഖമില്ലാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അർജന്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ വന്നു, നിങ്ങൾക്ക് അത് മിസ്സായി, കുഴപ്പമില്ല. ആ ലൈവ് ക്ലാസ്സുകൾ നേരെ റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നർത്ഥം. ഓൾറെഡി നമ്മളൊരു ചാപ്റ്റർ ഏകദേശം കഴിയാറായി. അപ്പോൾ ഈ സിറ്റുവേഷനിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആൻഡ് മോർ ഓവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത്, ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോട്ട്സ് എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും ക്ലാസ്സിൻ്റെ ഫ്ലോ പോകുകയും നിങ്ങൾക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻ വരും. എന്നാൽ നിങ്ങൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മുഴുവൻ സമയം ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയും ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ടീച്ചർ ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മളെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതായത് ആ ക്ലാസ്, ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്ലാസ് കംപ്ലീറ്റ് വീഡിയോ ലെക്ചർ നിങ്ങളുടെ ആപ്പിൽ കിട്ടും. അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ നോട്ട്സും കിട്ടും. ആ ടീച്ചർ ക്ലാസ്സിൽ എന്തൊക്കെയാണോ എഴുതിയിട്ടുള്ളത്, ആ സ്ലൈഡ്സിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കുന്നതായിരിക്കും, സ്ലൈഡ്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം ആ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച കൺസെപ്റ്റ്സിൽ നിന്നും 10 MCQs നിങ്ങൾക്ക് എക്സ്ട്രാ ക്യൂസ് ഫോർമാറ്റിൽ ആപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പിറ്റേന്നത്തേക്ക് വരും. അതായത് ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ പീരീഡിൽ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ, ആ പീരീഡിൽ പഠിപ്പിക്കുന്ന കൺസെപ്റ്റ്സ് മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കും. അതോടൊപ്പം എക്സ്ട്രാ 10 ക്വസ്റ്റ്യൻസ് കൂടെ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതും MCQs ഫോർമാറ്റിൽ. കാരണം നമുക്കറിയാം CBSE ബോർഡ് എക്സാമിനേഷൻ്റെ 10th CBSE ബോർഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ അതേ ഫോർമാറ്റിൽ വരുന്ന 9th എക്സാമിനേഷൻസിനൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് MCQs എന്ന് പറയുന്നത്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് MCQs ആണ്. അപ്പോൾ MCQs ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഡെയിലി ഓരോ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ 10 MCQs വെച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു 4 പീരീഡാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 പീരീഡാണ് എടുക്കുന്നതെങ്കിൽ 5 into 10 MCQs നിങ്ങൾ ടെക്സ്റ്റിന് പുറത്ത് എക്സ്ട്രാ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ NCERT മാത്രമേ പഠിപ്പിക്കുള്ളൂ? അല്ല, ഇഷ്ടം പോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും. NCERT മുഴുവൻ പഠിപ്പിക്കും. അതിൻ്റെ കൂടെ ഓരോ പീരീഡ് കഴിയുമ്പോഴും കിട്ടുന്ന 10 MCQs എക്സ്ട്രാ വേറെ, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേറെ. ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം അഡ്വാൻസ് ലെവൽ സബ്ജക്ട്സിൻ്റെ മാത്സ്, സയൻസ് 2 അഡ്വാൻസ് ലെവൽ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നിഞ്ച ബാച്ചിൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് ബേസ് പ്ലാൻ ഉണ്ട്, അതേപോലെ ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ബേസ് പ്ലാൻ ചൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ ബേസ് പ്ലാൻ ഒഴിച്ച് ബാക്കി 2 പ്ലാൻസിനുള്ള പ്രത്യേകതയാണ് പേൾ വീഡിയോസ്. എന്താണ് പേൾ വീഡിയോസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ 5ാമത്തെ ചാപ്റ്ററൊക്കെ ആദ്യം കണ്ടെടുക്കും. അപ്പോൾ നമ്മൾ ട്യൂഷൻ സെൻ്ററിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനെ അവിടെ ചാപ്റ്റേഴ്സ് റൺ ചെയ്യുന്നുണ്ടാവുക. 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഓർഡറിലാണോ സെയിം ഓർഡറിലാണ് സെൻറ്റേഴ്സിലൊക്കെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും സെയിം ഓർഡറിലായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ സ്കൂൾ ടീച്ചർ എടുക്കുന്നത് 6ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് കിട്ടണ്ടേ? സ്കൂൾ ടീച്ചർ എടുക്കുന്നതിന് മുന്നേ ആ ക്ലാസ്സസ് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പോകുന്നതിന് പാരലായിട്ട് തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകളെയാണ് നമ്മൾ പേൾ വീഡിയോസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ പേൾ വീഡിയോസ് 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഒക്കെ പേൾ വീഡിയോസ് റെക്കോർഡിംഗ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. 2ാമത്തെ ചാപ്റ്ററിന് നെക്സ്റ്റ് വീക്ക് ആരംഭിക്കുന്നതാണ്. സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെക്കുക, പേരിന് റെക്കോർഡ് ചെയ്ത് വെക്കുക, ഇതല്ല പേൾ വീഡിയോസ് കൊണ്ട് സൈലം ഉദ്ദേശിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി എങ്ങനെയാണോ ആ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വളരെ മികച്ച രീതിയിൽ ഓരോ ചാപ്റ്റേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് പാർട്ട് ബൈ പാർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പാർട്ട് മാത്രം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സബ് ഹെഡിങ്സ് ആയിട്ട് തിരിച്ചുകൊണ്ട്
വളരെ അതിഗംഭീരമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളെ പേൾ വീഡിയോസ് വരുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്ത് കുറച്ചായിട്ടുള്ളൂ, അപ്പോൾ ആ ഒരു ഡിലേ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഡിലേ കഴിയുന്നതോടെ തന്നെ നമ്മളെ പേൾ വീഡിയോസ് വിത്തിൻ 1 മന്ത് നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേൾ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതോടൊപ്പം എക്സ്ട്രാ വരുന്ന ഈ ബാച്ചിൽ ബേസ് പ്ലാൻ ഒഴിച്ച് ഈ 2 പ്ലാനുകളും എക്സ്ട്രാ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്സും. മൈൻഡ് മാപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ആ ഒരു പേര് തന്നെ ഉണ്ട്. അതായത് ഒരു ചാപ്റ്റർ ആ ഒരു സിംഗിൾ പേജിൽ ഒരു മൈൻഡ് മാപ്പ് സ്കൂൾ എന്താ പറയുക ഫ്ലോ ചാർട്ടൊക്കെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക പദസൂര്യൻ എന്നൊക്കെ മലയാളത്തിൽ പറയും, അതൊക്കെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിനാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുക. ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. ഇൻസ്റ്റാ ലേൺ, ഇൻസ്റ്റന്റ് ലേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നാളെ എക്സാം ഉണ്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ചാപ്റ്ററാണ്, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ് സൈലത്തിൻ്റെ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 1.5 hour ടൈമിൻ്റെ ഉള്ളിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള മെറ്റീരിയലാണ് സൈലത്തിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 2 പ്ലാൻ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്പും എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഇൻഫിനിറ്റി പ്രോ പ്ലാനേക്കാളുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എൻട്രൻസിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ച് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമാണ് ആ 2 ബാച്ചുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ CBSE ബോർഡ് ഒരുപാട് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അക്കാദമിക് ഇയറിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ മാറ്റി, അതുപോലെ അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ 10th CBSE നിങ്ങൾ അടുത്ത കൊല്ലം 10th എത്തുന്ന സമയത്ത് അവിടെയും ടെക്സ്റ്റ് ബുക്ക് മാറും. ആൻഡ് അതോടൊപ്പം അവിടെ മാത്സ് ബേസിക് എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല. നിങ്ങളെ സീനിയേഴ്സിനൊക്കെ മാത്സ് ബേസിക് സ്റ്റാൻഡേർഡ് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല. കംപ്ലീറ്റ്ലി ഒരു നോർമൽ മാത്സ് പേപ്പർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയ്ക്ക് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആകും. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 8ൽ എങ്ങനെയാണോ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിനേക്കാൾ 10 മടങ്ങ് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും. അത് നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആണ്, സൈലം നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും ക്ലാസ് എടുക്കാനും പണിയെടുക്കാനും തയ്യാറാണ്. സോ മക്കൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ഈ അക്കാദമിക് ഇയർ നിഞ്ച ബാച്ചിൻ്റെ കൂടെ നമുക്ക് അതിഗംഭീരമായിട്ട് പഠിച്ച് ഏറ്റവും മികച്ച റിസൾട്ട്സിലേക്ക് എത്തിച്ചേരാം.